ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കുറച്ച് ദിവസമായി വീഡിയോ ഇട്ടിട്ട് ചെറിയൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലേ? സുഖമില്ലാണ്ടായിട്ട് ലേശം ഒരു ഗ്യാപ്പ് വന്നതാണ്. അപ്പോൾ ഇന്ന് കാണിക്കുന്നത് നല്ലൊരു ഹൈദരാബാദി ദം ബിരിയാണിയാണ്, ചിക്കൻ ദം ബിരിയാണി. പിന്നെ ഒരു റിക്വസ്റ്റും ഉണ്ടായിരുന്നു കുറേ ആയിട്ട് ചോദിക്കുന്നുള്ള ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടാവും, കണ്ടു നോക്കണേ. അപ്പോൾ അത് ആദ്യം തന്നെ നമുക്ക് നല്ല തിന്നായിട്ട് ഉള്ളി നല്ല സ്ലൈസ് ചെയ്ത് വെക്കണം. ഒരു 4 മീഡിയം സൈസുള്ള ഉള്ളിയാണ് ഞാൻ എടുത്തത്. 2 കിലോ ചിക്കൻ്റെ അളവാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ അരിയാൻ വേണ്ടി ശ്രദ്ധിക്കണം. തീരെ തടി ഉണ്ടാവാൻ പാടില്ല. നമുക്കിത് ഫുള്ളായിട്ട് ഫ്രൈ ചെയ്യാനുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് ഫ്രൈ ചെയ്ത് വരാനും ഒരേപോലെ ഒരേ കളറിൽ മൊത്തം ഉള്ളി ഒരേ കളറിലായി കിട്ടാൻ വേണ്ടിയിട്ടും ഈ ഒരു രീതിയിൽ നല്ല ഒരേ വലുപ്പത്തിൽ നല്ല തിന്നായിട്ട് അരിഞ്ഞെടുക്കണം. ഇനിയിപ്പോൾ ദാ നമ്മളൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഞാനിപ്പോൾ 1 കപ്പാണ് ഇവിടെ ഓയിൽ എടുക്കുന്നത്. ശരിക്കും 1 കിലോ ചിക്കന് 1 കിലോ ഒരു കപ്പാണ് എടുക്കുക. പക്ഷേ ഞാനിവിടെ 2 കിലോ ചിക്കന് 1 കപ്പ് മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ ഉമ്മയുണ്ട്. അപ്പോൾ ഒരുപാട് ഓയിലുള്ളതും നെയ്യുള്ളതും ഉമ്മക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു മെഷർമെൻറ്റ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ദാ 1 കപ്പ് ഓയിലൊന്ന് ചൂടായതിന് ശേഷം ഞാനൊരു ചെറിയ ചട്ടിയാണ് വെച്ചത്. കാരണം വലിയ ചട്ടി വെച്ച് കൊടുത്താൽ ഒരുപാട് ഓയിൽ വേണ്ടി വരും. അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ നമുക്ക് ഇട്ടിട്ട് ഒന്ന് പൊരിച്ചെടുക്കാം. 4-5 പ്രാവശ്യം ഇടേണ്ടി വരും. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അത് ഒന്ന് ഉള്ളിയൊക്കെ ഒന്ന് വെന്തെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒറ്റ പ്രാവശ്യം ചേർത്താൽ മതി. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ഉള്ളിയൊക്കെ ഈവനായിട്ട് ഒരേപോലെ ഒരേ രീതിയിൽ കളർ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ അതെല്ലാം നല്ല ഒരു ഗോൾഡൻ കളറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതാ നമ്മൾ എണ്ണയിൽ നിന്ന് കോരിയെടുക്കുക. ഈ ഒരു രീതിയിൽ കംപ്ലീറ്റ് ഉള്ളിയും ഇതേപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണം കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടും കിട്ടും. നമ്മൾ ആ ഒരു ഉപ്പ് ഇട്ടതുകൊണ്ട് നല്ലൊരു ഗോൾഡൻ കളറിൽ ആയിട്ട് കിട്ടുകയും ചെയ്യും. ഇനിയിപ്പോൾ അതാ ഇതേപോലെ ബാക്കിയുള്ള മൊത്തം ഈ ഒരു രീതിയിൽ നമുക്ക് പൊരിച്ചെടുക്കണം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ് ഞാൻ മൊത്തത്തിൽ പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ ഇത്രയും ഉള്ളിയാണുള്ളത്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. എല്ലാം നല്ല ഒരേ കളറിൽ കിട്ടുകയും ചെയ്യും. ഒരുപാട് കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഈ ഒരു ഗോൾഡൻ കളറിൽ തന്നെ പൊരിച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ടേസ്റ്റ് മാറും. ഇനിയിപ്പോൾ അതാ ബാക്കിയുള്ള ഓയിൽ എന്ന് പറയുന്നത് നമ്മളൊരു കപ്പ് ഓയിൽ എടുത്തതിന് ശേഷം ഒരു 1/4 കപ്പ് ഓയിൽ ഇനിയിൽ ബാക്കിയുള്ളൂ കേട്ടോ. ഇത്രേ ഉണ്ടാവുള്ളൂ. ആ ഒരു ഓയിൽ കൊണ്ടാണ് ഞാനിപ്പം ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഏത് ചെമ്പിലാണോ നമ്മൾ ബിരിയാണി വെക്കാൻ എടുക്കുന്നത് ആ ഒരു ചെമ്പ് എടുക്കുക. ഒറ്റ ചെമ്പ് മതി കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി പോലെ മലബാർ ബിരിയാണി ഒന്നും പോലെ മസാല വേറെ ചിക്കൻ ചോറ് വേറെ അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അത് 2 കിലോ ചിക്കൻ എടുത്തിട്ട് ഞാൻ വലിയ പീസായിട്ടാണ് മുറിച്ചത് കേട്ടോ. ഈ ഒരു ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് വലിയ പീസായിട്ട് മുറിക്കണം. പിന്നെ വേണ്ടി കുറച്ച് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ. ഒരു 4 പട്ട, ഏലക്കായി, ഗ്രാമ്പു, 2 ബേ ലീഫ് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആ ഒരു പട്ടയൊക്കെ വലിയ പീസാണെങ്കിൽ ഒന്ന് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കുക. 2 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. പിന്നെ അതാ 1 ടേബിൾ സ്പൂണാണ് ഞാൻ മുളക് പൊടി എടുക്കുന്നത്. മുളക് പൊടിയൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കണം. 2-3 ടേബിൾ സ്പൂണൊക്കെ 2 കിലോയിലേക്ക് വേണം. പക്ഷേ ഞാൻ ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ അതാ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ വേണം കേട്ടോ. പിന്നെ വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി നിങ്ങൾ 2 കിലോ ചിക്കനിലേക്ക് 2 ടേബിൾ സ്പൂൺ ചേർക്കണേ. പിന്നെ വേണ്ടത് ഇത് സാജീരകമാണ് കേട്ടോ. കാരവേ സീഡ്സ് എന്ന് പറയുന്നത് സാജീരകമാണ്. നമ്മൾ ബിരിയാണി മസാല പൊടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന സാജീരകം. അതും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ സാധാരണ ഗരം മസാല നമ്മൾ കറികളിൽ ചേർക്കുന്ന ഗരം മസാല ആണ്. അതൊരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ഒരു ബിരിയാണിക്ക് നമ്മൾ സ്പെഷ്യൽ ബിരിയാണി മസാല പൗഡർ ഒന്നും വേണ്ടിയില്ല കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ 2 കിലോ ചിക്കൻ ഉണ്ടല്ലോ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 4-5 പച്ചമുളക് ഞാൻ ക്രഷ് ചെയ്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 10 വരെ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വേണ്ടത് മല്ലിച്ചപ്പും പുതിനയാണ്. പുതിന അതൊരു 1/4 കപ്പാണ് ഞാൻ എടുത്തത്. അതിൽ കുറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചോറിലേക്ക് വേണം. പിന്നെ വേണ്ടത് ഒരു 1/2 കപ്പ് മല്ലിച്ചപ്പ് എടുത്തിട്ടുണ്ട്. അതും കുറച്ച് അവിടെ വെച്ചിട്ട് ബാക്കി ഫുള്ള് നമ്മൾ ഈ ഒരു മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടിയത് തൈരാണ്. അപ്പോൾ ഞാനിവിടെ യോഗട്ടാണ് എടുത്തത്. അതുകൊണ്ട് 1 കപ്പ് എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തൈരാണ് എടുക്കുന്നതെങ്കിൽ 1/2 കപ്പ് മതി കേട്ടോ. അപ്പോൾ ഞാൻ 1 കപ്പ് തൈരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സാഫ്രോണാണ്, കുങ്കുമം. 2 ടേബിൾ സ്പൂൺ പാലിൽ ഞാൻ സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഒരു ഫ്ലേവർ ഇതിൽ മുന്നിട്ട് നിൽക്കണം കേട്ടോ. ഈ ഒരു സാഫ്രോണിൻ്റെ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടി നമ്മൾ നേരത്തെ ഉള്ളി പൊരിച്ച് വെച്ചിട്ട് ഒരു 1/4 കപ്പ് എണ്ണ ബാക്കിയില്ലേ, ആ എണ്ണ മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അത് ആ ഒരു എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ആ ഒരു എണ്ണയിൽ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ട് ഒരു നേരിയ ഉപ്പുണ്ട്. ബാക്കി ഉപ്പാണ് നമ്മൾ ഇതിൽ ചേർത്ത് കൊടുക്കേണ്ടത്. ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. ഞാനൊരു 2 ടീസ്പൂൺ നിറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറക്റ്റായിരുന്നു. ഇനിയിപ്പോൾ വേണ്ടത് നമ്മൾ ആ ഒരു ഉള്ളിയില്ലേ, ഉള്ളിനൊന്ന് പകുതിയാക്കി മാറ്റുക. പകുതിയാക്കുക. പകുതി നമുക്ക് മസാലക്കും പകുതി നമുക്ക് ചോറിനും ഉള്ളതാണ്. അപ്പോൾ ആ പകുതി ഇടുന്ന സമയത്ത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഒന്ന് ഞെരടിയിട്ട് ഇട്ട് കൊടുക്കുക. ഞെരടിയിട്ട് ഇടുന്ന സമയത്ത് ആ ഒരു ഉള്ളി ഒന്ന് പൊടിയും. ഇങ്ങനെ പൊടിഞ്ഞ് വരും. മാക്സിമം നമുക്ക് പൊടിക്കാൻ പറ്റുന്ന പോലെ ഒന്ന് കൈ കൊണ്ടൊന്ന് നല്ലോണം ഒന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ടൊന്നും പൊടിക്കണ്ട, കയ്യിൽ പൊടിച്ചാൽ മതി കേട്ടോ. കൈ കൊണ്ടൊന്ന് ഞെരടുമ്പോൾ തന്നെ പൊടിഞ്ഞ് വരും. കാരണം നല്ല ക്രിസ്പി ആയിട്ടാണ് ഈ ഒരു ഉള്ളി ഉണ്ടാവുക. അപ്പോൾ അത് ആ ഒരു പകുതിയാണ് ഞാനെടുത്തത്. ബാക്കി പകുതി ഞാനവിടെ മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് ചോറിനുള്ളതാണ്.
ഇനിയിപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമുക്ക് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ. കൈകൊണ്ട് തന്നെ കുഴച്ചെടുക്കുക, എന്നാലാണ് കറക്റ്റായിട്ട് കിട്ടുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ ആ ഒരു യെല്ലോ കളറും കൂടെ ഈ ഒരു മസാലയിൽ വരും കേട്ടോ. നമ്മൾ ആ ഒരു സാഫ്രോൺ കൂടി ചേർത്തുകൊണ്ട് അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റ് ചേർക്കേണ്ടത് കുറച്ച് ചെറുനാരങ്ങ നീര് 1 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടെ ഇതിൻ്റെ മേലെ ഒന്ന് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഇതിൻ്റെ റെസ്റ്റിംഗ് ടൈം എന്ന് പറയുന്നത് 4-5 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ് കേട്ടോ. തലേന്ന് തന്നെ മസാലയൊക്കെ തേച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. മിനിമം 1 അവർ വെക്കണം കേട്ടോ. ഞാനിവിടെ 1 മണിക്കൂറാണ് വെക്കുന്നത്. നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ 3-4 മണിക്കൂറൊക്കെ വെച്ചാൽ അത്രയും നല്ലതാണ്. ഇപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് തുറന്നത്. അതിന് ശേഷം കാണാൻ പറ്റും, അങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ സൈഡിലൊക്കെ ഇങ്ങനെ എണ്ണയൊക്കെ തെളിഞ്ഞത് കാണാൻ വേണ്ടി പറ്റും. നമ്മളതിൽ വെച്ചിട്ടുള്ള ആ ഒരു ഉള്ളി പൊരിച്ച എണ്ണയില്ലേ, അതിങ്ങനെ സൈഡിൽ തെളിഞ്ഞിട്ട് കാണാം. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പ് ഓണാക്കി കൊടുക്കുക കേട്ടോ. തീ കത്തിച്ച് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഒന്ന് തിള വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ചെറിയ തീയിലാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണം. അപ്പോൾ അത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമ്മൾ ചെറിയ സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക കേട്ടോ. തിള വന്നെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഏറ്റവും സിമ്മിലാക്കി വെച്ചിട്ട്, ശരിക്കും ഈ ഒരു ഹൈദരാബാദി ദം ബിരിയാണി നമ്മുടെ നാട്ടിൽ പണ്ട് ചെയ്യണ പോലെ തന്നെ അടുപ്പത്ത് വെച്ചിട്ട് മേലെയും താഴെയൊക്കെ തീ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുക. അങ്ങനെ ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഈ ചിക്കൻ വേറെ വേവിക്കലൊന്നുമില്ല. ഇതിൻ്റെ മേലേക്ക് നമ്മൾ ഹാഫ് കുക്കായിട്ടുള്ള ഒരു റൈസ് ഇല്ല മേലെ ഇട്ട് കൊടുത്തിട്ട് ഒന്നിച്ചാണ് വേവിക്കുക. അപ്പം നമ്മളിത് ഗ്യാസിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ആ ഒരു മെത്തേഡ് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 75% ഞാൻ ചെറിയ തീയിൽ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മാക്സിമം 12 മിനിറ്റ്. ഇപ്പോൾ അതാ ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. 12 മിനിറ്റിൻ്റെ അടുത്തായിട്ടുണ്ട്. നമ്മളെ ചിക്കനൊക്കെ ഓൾമോസ്റ്റ് വന്നിട്ടുണ്ട്. ഫുള്ളായിട്ട് വേവില്ല കേട്ടോ. ഞാൻ അത്രേ വേവിച്ചിട്ടുള്ളൂ. ചെറിയ സിമ്മിലാക്കി വെച്ചിട്ട് ഒരു 3/4 ഭാഗത്തോളം ചിക്കൻ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വേവിക്കേണ്ടിയില്ല. നമ്മളിപ്പോൾ അടുപ്പിലൊക്കെ വെച്ചുണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പ് വേണ്ടിയില്ല. അപ്പോൾ ഇങ്ങനെ വേവിച്ചതിന് ശേഷം അതവിടെ ഇറക്കി വെക്കുക. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് നമ്മൾ ചോറ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ചോറ് എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ കുറച്ചധികം വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അതിലേക്ക് ഇതാ കുറച്ച് മസാലകളാണ് വേണ്ടത്. പട്ട, ഗ്രാമ്പു, ഏലക്കായ്, അതൊക്കെ കുറച്ച് കൂടുതൽ ചേർക്കുന്നുണ്ട് ഞാൻ. നിങ്ങൾ കുറച്ചാണ് ചേർക്കണമെങ്കിൽ നിങ്ങൾ ദമ്മിടുന്ന സമയത്ത് ചോറിലേക്ക് ഗരം മസാല ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ സ്പൈസസും കുറച്ച് കൂടുതൽ പട്ട, ഗ്രാമ്പു, ഏലക്കായും എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ബേ ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടി ഈ ഒരു റൈസിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും പുതിനയാണ് നമ്മൾ നേരത്തെ മാറ്റി വെച്ചില്ല, അതും കൂടെ ചേർക്കണം. പിന്നെ നമ്മൾ സാജീരകം നേരത്തെ ചേർത്ത പോലെ തന്നെ സാജീരകവും ചേർത്തിട്ടുണ്ട്. ബാക്കിയുള്ള മല്ലിച്ചപ്പും പുതിനയും. അപ്പോൾ അതെല്ലാം കൂടെ ഈ ഒരു മസാലയിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. നന്നായിട്ട് തിളയ്ക്കണം. തിളച്ചതിൻ്റെ ശേഷം നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കട്ടോ. ഉപ്പ് ലേശം മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ നിങ്ങൾക്കറിയാമല്ലോ, ഇതിൽ നിന്ന് തിളപ്പിച്ച് ഊറ്റിയെടുക്കാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചധികം ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് തിളയ്ക്കുന്ന സമയത്ത് നിങ്ങൾ ടേസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു വെള്ളത്തിന് നല്ല ഫ്ലേവർ ഉണ്ടാവും. എല്ലാ മസാലയും അതേപോലെ തന്നെ മല്ലി, പുതിന അതൊക്കെ ഉള്ളതുകൊണ്ട്, സാജീരകമൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് വേറെ എക്സ്ട്രാ നമുക്ക് ഗരം മസാലയൊന്നും ചേർക്കേണ്ടിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇപ്പം കറക്റ്റാണ്. ഇതിപ്പോൾ റെഡിയാണ്. ഇനിയിപ്പോൾ ഇതാ തിള വന്നതെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ആ വെള്ളം വെക്കുന്ന സമയത്ത് ഒരു 10 മിനിറ്റേ ഞാൻ എടുത്തിട്ടുള്ളൂ. വെള്ളം തിളയ്ക്കാനുള്ള ഒരു സമയമല്ലേ, ആ സമയം വേണ്ടിയുള്ളൂ. വൈറ്റ് ബസ്മതി റൈസാണ് വേണ്ടി കേട്ടോ. നീളത്തിലുള്ള വൈറ്റ് ബസ്മതി റൈസ് ഒരു 10 മിനിറ്റ് ഞാൻ സോക്ക് ചെയ്തതാണ്. നന്നായിട്ട് കഴുകിയതിന് ശേഷം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അരി എത്രയാണോ എടുക്കുന്നത് സെയിം ക്വാണ്ടിറ്റി ആയിരിക്കണം നമ്മൾ ചിക്കനും എടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ 2 കിലോ ചിക്കൻ എടുത്തതുകൊണ്ട് ഇതിപ്പോൾ 2 കിലോ അരിയുണ്ട്. ഇനി ആ സോക്ക് ചെയ്ത അരി, ഒരു 10 മിനിറ്റ് സോക്ക് ചെയ്ത അരി ഇതാ തിളക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് നമ്മൾ മറന്നു പോകരുത്. ആ ഒരു വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെക്കുന്ന സമയത്ത് തന്നെ ആ ഒരു അരി കഴുകിയിട്ട് അതും സോക്ക് ചെയ്യാൻ ഇട്ടാൽ മതി. ഓവറായിട്ട് സോക്കായി പോവരുത്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ വേവൊക്കെ വ്യത്യാസം വരും. പെട്ടെന്ന് വെന്തലിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമുക്ക് ദം ചെയ്യുന്ന സമയത്ത് ശരിയായി കിട്ടൂല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ വെള്ളം വെക്കുന്ന സമയത്ത് നമ്മളത് സോക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇനിയിപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഇതിട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് തിളയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ തിള വന്നു കഴിഞ്ഞാൽ ഈ ഒരു അരിയും ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു 75% ആണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു 5 മിനിറ്റ് മാക്സിമം കേട്ടോ. 75% കുക്കാവാൻ ഇത് തിളച്ച് കഴിഞ്ഞാൽ ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിൽ 75% കുക്കായി കിട്ടും. അപ്പോൾ അത് തിളയ്ക്കുന്ന നേരം തന്നെ നമ്മൾ അടുത്ത് തന്നെ നമ്മൾ നേരത്തെ പകുതിയിലധികം വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചിക്കന് തൊട്ടടുത്ത് തന്നെ വെക്കണം കേട്ടോ. ഇതിൽ നിന്ന് ഊറ്റിയിട്ട് അങ്ങോട്ട് ഇടാനുള്ളതാണ്. ഇപ്പോൾ ഇതാ ആ ഒരു 75% നമ്മളെ റൈസ് ഇവിടെ കുക്കായിട്ടുണ്ട്. അപ്പോൾ അത് ഇനി നമ്മൾ ഈ ഒരു ഇതിൽ നിന്ന് കോരിയെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കുക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ. അപ്പോൾ നമ്മളിങ്ങനെ ഓരോ മണി എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ വായിലിട്ട് നോക്കിയാൽ അരിയായിട്ട് കടിക്കൂല. പക്ഷെ എന്നാലും മുറിച്ചാൽ ഇങ്ങനെ അലിഞ്ഞു പോകില്ല. ഈ ഒരു പാകത്തിലാണ് വേണ്ടിയത്. പക്ഷെ നമ്മൾ തിന്ന് നോക്കിയാൽ അരിയായിട്ട് കടിക്കാൻ പാടില്ല. അപ്പോൾ അത് അതിൽ നിന്ന് ഇനി ആ ഒരു വെള്ളത്തിൽ നിന്ന് നന്നായിട്ട് ഊറ്റിയതിന് ശേഷം ഈ ഒരു മസാലയിലേക്ക് ഈ ഒരു റൈസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ദാ 2 ലെയറായിട്ടാണ് ഞാനിവിടെ ചെയ്യുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ ട്രഡീഷണലായിട്ട് ഈ ഒരു ബിരിയാണി, ഹൈദരാബാദി ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ നമ്മൾ അടിയിലുള്ള മസാല കുക്ക് ചെയ്യൊന്നുമില്ല.
അവരിങ്ങനെ അടുപ്പത്ത് ചെയ്യണതല്ലേ. അപ്പോൾ കുക്ക് ചെയ്യാണ്ട് തന്നെ ഈ ഒരു ഇറച്ചിൻ്റെ മേലേക്ക് ഇത്രയും വേവിക്കുകയില്ല അരിയും കുറച്ച് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ആ അരി ഊറ്റി ഇതിൻ്റെ മേലെ ഇട്ടിട്ട് ദം ചെയ്യും. ദം ചെയ്യുന്ന സമയത്ത് മേലെ അവിടെ തീ ഇട്ട് കൊടുക്കുമല്ലോ, അപ്പം അത് നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇവിടെ അത് നമ്മൾ ഗ്യാസിൽ നടക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ ആക്കിയത്. ഇനിയിപ്പോൾ അതാ പകുതി വെച്ചതിന് ശേഷം ബാക്കിയിൽ പകുതി ഉള്ളില്ല അതിനെ നേർ പകുതിയാക്കുക. കാരണം നമ്മൾ 2 ലെയറായിട്ടാണ് ഈ ഒരു ദം ചെയ്യണത്. അപ്പോൾ പകുതി ഉള്ളി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു ലെയർ ചോറിട്ടതിന് ശേഷം പകുതി ഉള്ളി ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ സാധനം തന്നെയാണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ 2 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് സാഫ്രോൺ ഞാനിവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പകുതി ഒരു ലെയറിൽ ഒഴിച്ചു കൊടുക്കുക. ഇനിയിപ്പോൾ അതിൻ്റെ മേലെ ലേശം ഒരു ടീസ്പൂണൊക്കെ മതി മല്ലിച്ചപ്പും പുതിനയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത സെക്കൻഡ് ലെയർ ബാക്കിയുള്ള റൈസ് മുഴുവനായിട്ട് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് രണ്ടാമത്തെ ലെയറും റൈസ് നമ്മൾ ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെയിം നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ബാക്കി പകുതിയുള്ള ഉള്ളിയില്ലേ, ആ ഒരു 1/4 ഭാഗം ഉള്ളി ബാക്കിയുണ്ട്, ആ ഒരു ഇതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഉള്ളി ഓവറായിട്ട് കളറ് മാറിപ്പോവരുത്. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു റൈസിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു ഗോൾഡൻ കളറിൽ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുക്കണം. അപ്പോൾ അത് കംപ്ലീറ്റ് ഉള്ളി ഞാൻ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ സെയിം നേരത്തെ ബാക്കി വെച്ച ആ ഒരു സാഫ്രോൺ അതും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ ഫുള്ളായിട്ട് ഞാനൊന്ന് വടിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ലേശം മല്ലി പുതിനേൻ്റെ മിക്സ് ഒരു ടീസ്പൂൺ മാറ്റി പിന്നെ നമ്മളൊന്ന് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ പറഞ്ഞല്ലോ നമ്മൾ ഇതിൽ എക്സ്ട്രാ ഗരം മസാല ഒന്നും വേണ്ടിയില്ല. നമ്മളെല്ലാ മസാലയും ഇട്ടിട്ടാണ് റൈസ് വേവിച്ചത്. ഇനിയിപ്പോൾ അതാ ഒരു ടീസ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ശരിക്കും ഒരു ടീസ്പൂണൊന്നും പോരാ, കുറച്ചധികം വേണം. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഉമ്മയുള്ളതുകൊണ്ട് നെയ്യും ഇതൊക്കെ നല്ല മാക്സിമം കുറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് അതും കൂടെ ഇട്ടതിന് ശേഷം ഇനി ഇത് നന്നായിട്ട് കവർ ചെയ്യുക. ഇതിൻ്റെ എയറൊക്കെ പോകുന്ന എന്തെങ്കിലും ഹോളൊക്കെ ഉണ്ടെങ്കിൽ അത് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കണം. അതേപോലെ തന്നെ ഇതിൻ്റെ മേലെ നല്ല വെയിറ്റ് വെച്ച് കൊടുക്കുക. അതിന് ശേഷം ചെറിയ സിമ്മിലാക്കിയിട്ട് 1 മണിക്കൂറെങ്കിലും ഇതൊന്ന് ജം ചെയ്തെടുക്കുകയാണ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഡയറക്റ്റ് തീയിൽ വെക്കാൻ പേടിയുള്ള ആൾക്കാരാണെങ്കിൽ അടിയിലൊരു ഫ്രൈ പാനോ അല്ലെങ്കിൽ നമ്മളെ തവയൊക്കെ വെച്ച് കൊടുത്തിട്ട് വെച്ചാൽ മതി. ഇനിയിപ്പോൾ അതാ 1 മണിക്കൂറിന് ശേഷമാണിത്. ഞാനിപ്പോൾ വെയിറ്റായിട്ട് വെച്ച് കൊടുത്ത ആ ഒരു കാസ്റ്റ് അയണിൻ്റെ ചെമ്പിൻ്റെ മൂടിയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഹോളൊക്കെ കണ്ടില്ലേ, ഞാനൊരു അലുമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്തതാണ്. ചെറിയ സിമ്മ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്മിലായിരിക്കണം കേട്ടോ. ഒരു നേരിയ ചൂടേ അതിന് പാടുള്ളൂ. ആ ഒരു രീതിയിലാണ് ഇതിനെ ഒന്ന് ദം ചെയ്ത് ബാക്കി വേവിച്ചെടുക്കേണ്ടത്. നമ്മളിപ്പോൾ റൈസ് ആയാലും ചിക്കൻ ആയാലും ഒരു 25% ബാക്കിയാണ് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. അതാണ് നമ്മൾ ദം ചെയ്തിട്ട് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടില്ല നന്നായിട്ട് നല്ല കറക്റ്റ് പാകത്തിൽ വെന്തിട്ടുണ്ട്. ഇതിനെങ്ങനെ സെർവ് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഇതിലങ്ങനെ മസാല വേറെ റൈസ് വേറെ അങ്ങനെയല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് വിളമ്പുക. അപ്പോൾ ഒരുപാട് മസാലകളൊന്നും ഉണ്ടാവില്ല. ആ ഒരു മസാലേൻ്റെ ടേസ്റ്റ് മാത്രമേ ഇതിൽ വരുള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഒരുപാടിട്ട് കുത്തി കുഴക്കലല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് മസാലയും ആ ഒരു റൈസും കൂടെ ഒന്ന് മിക്സ് ആകുന്ന രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നല്ല മണമാണ് കേട്ടോ, നല്ല സ്മെല്ലുമാണ്. നമ്മൾ ആ ഒരു സാഫ്രോണിൻ്റെയൊക്കെ ഒരു സ്മെല്ലാണ് മുന്നിട്ട് നിൽക്കുക. അതുപോലെ തന്നെ എല്ലാ ഗരം മസാലയും. ശരിക്കും ഈ ഒരു ഹൈദരാബാദി ബിരിയാണിയിൽ സ്പൈസസ് കൂടുതലാണ് വേണ്ടി കേട്ടോ. നമ്മൾ ഇത്രയൊന്നും ഞാൻ ഈ കാണിച്ച അത്രയും നല്ല ഇടുക. മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഒരുപാട് ഇടും. പക്ഷേ ഞാനതിൽ കുറച്ചിട്ടാണ് ഇട്ടത്. മുളക് പൊടി പിന്നെ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് ആച്ചിയും പാസിയും തിന്നൂല. അതുകൊണ്ടാണ് മുളക് പൊടി കുറച്ച്. ശരിക്കും ഹൈദരാബാദി ബിരിയാണിയിൽ കുറച്ചും കൂടെ എരിവൊക്കെ വേണം. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് എരിവൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മുളക് പൊടിൻ്റെയൊക്കെ അളവ് കൂട്ടിക്കൊടുത്താൽ മതി. ഇനിയിപ്പോൾ അത് ഞാൻ വിളമ്പുന്നൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. നമ്മളെന്നും സാധാരണ നമ്മളെ ഒരു മലബാർ ടൈപ്പ് ബിരിയാണി തിന്ന് ഇതാകുന്ന സമയത്ത് ഒരു വെറൈറ്റിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിരിയാണിയാണിത്. ശരിക്കും നമ്മൾ പുറത്തുനിന്നല്ലേ ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ വാങ്ങിയിട്ട് കഴിക്കുക. അങ്ങനെ വാങ്ങി തിന്നുന്ന സമയത്ത് ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയാൽ ഇഷ്ടം പോലെ കഴിക്കാം. അങ്ങനെ സമയത്ത് നമുക്ക് അതിനൊരു ലിമിറ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ചോദിച്ച ആൾക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. ലേറ്റ് ആയതിന് സോറി കേട്ടോ. കുറേ ദിവസം വരെ നമുക്ക് ഈ ഒരു വൈറൽ ഫീവറൊക്കെ വന്നിട്ട് കടന്നുപോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് ഒന്നും അറിയിക്കാനൊന്നും വിട്ടുപോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടി നോക്കാം കേട്ടോ. അസ്സലാമു അലൈക്കും.